തനിക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതി കോടതി തള്ളിയതാണെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാറിന്റെ വാദം പൊളിഞ്ഞു. കോടതി തീർപ്പാക്കിയത് സ്വത്തു തർക്കം മാത്രമാണ്. പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നില്ല. ലൈംഗിക പീഡന പരാതി കോടതിക്ക് മുന്നിൽ എത്തിയില്ല എന്ന് കൃഷ്ണകുമാർ തന്നെ പിന്നീട് സമ്മതിച്ചു. ലൈംഗിക പീഡന പരാതി വാർത്ത പുറത്തു കൊണ്ടുവന്ന മീഡിയ വണ്ണിനെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നാണ് കൃഷ്ണകുമാർ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. 23 ഓഗസ്റ്റ് 16 സ്വത്ത് തർക്ക കേസിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു. 2024 ജൂലൈ 24 ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്ത് കള്ളപ്പരാതി കൊടുത്തതിനെതിരായിട്ടുള്ള വിധിയും വന്നു. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എവിഡൻസ് ഇല്ല എന്നുള്ളതിൻ്റെ പേരിലുള്ള വിധിയും വന്നു. കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ സംബന്ധിച്ച് എന്ത് വിവാദം? ഇത് യാതൊരുവിധ കഴമ്പില്ല എന്നുള്ളതിൻ്റെ പേരിൽ തള്ളിക്കളഞ്ഞ സാധനമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് 5 കൊല്ലം കൂടുമ്പോഴാണ്. നിങ്ങൾ ആ ടൈം ഗ്യാപ്പ് നോക്കണം. 2015, 2020, 2029 30 വരും. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി. സാജിദ്, ഇന്ന് ഈ സംഗതി വിശദീകരിക്കാൻ എങ്ങനെയാണ് കൃഷ്ണകുമാർ ശ്രമിക്കുന്നത്? അദ്ദേഹം പറയുന്ന തുടക്കത്തിൽ പറഞ്ഞല്ലോ കോടതി തന്നെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയ കേസ് വീണ്ടും കൊണ്ടുവരികയാണ് എന്ന്. അതെങ്ങനെയാണ് ആ വാദം ദുർബലമാകുന്നത്? വിഷാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് പുതുതായി ലഭിച്ച പരാതിയാണ് നമ്മൾ വാർത്തയാക്കിയത്. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാനായി C. കൃഷ്ണകുമാർ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ കോടതി തന്നെ തള്ളിക്കളഞ്ഞൊരു കേസാണ് ഇപ്പോൾ മീഡിയ വൺ വാർത്തയാക്കിയിരിക്കുന്നതെന്നും അതിനെതിരെ ഈ ഡിഫമേഷൻ നൽകും എന്നുള്ളതാണ്. പക്ഷേ കോടതി തീർപ്പാക്കിയതിൽ എവിടെയാണ് ഈ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന ചോദ്യത്തിന് അദ്ദേഹം അത് ഉണ്ട് എന്ന് പറയുകയും പിന്നീട് അത് ഇല്ല, അതായത് അത് കോടതിയിൽ എത്തിയില്ല, പോലീസ് തന്നെ അന്വേഷിച്ച് അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ആദ്യം അദ്ദേഹം ഉയർത്തിയ വാദം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പൊളിഞ്ഞു പോകുന്നു. പിന്നീട് അദ്ദേഹം അന്ന് ഈ പോലീസ് ഇത് വിശദമായി പരിശോധിക്കുകയും ഈ പോലീസിന് ഈ ലൈംഗിക പീഡന പരാതിയിൽ കഴമ്പില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് തന്നെ തള്ളിക്കളഞ്ഞു എന്നൊരു വാദമാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ ചോദ്യങ്ങൾ തുടർച്ചയായി വന്നപ്പോഴും അദ്ദേഹം എൻ്റെ വായിൽ നിന്ന് ഞാൻ പീഡിപ്പിച്ചു എന്ന ഒന്ന് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നീട് രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ച പരാതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഒരു സംസ്ഥാന പ്രസിഡന്റിന് ഒരു പരാതി ലഭിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായി അതിന് മറുപടിയായി പരിശോധിക്കാമെന്ന മറുപടി ലഭിക്കും, അതിന് അപ്പുറം ഉള്ള ഒരു കാര്യവുമില്ല, താങ്കൾക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് താൻ പറയാൻ ആളല്ല എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം ആദ്യം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് ഈ കോടതിയിൽ നിന്ന് തനിക്ക് അനുകൂലമായ വിധി ഉണ്ടായിട്ടുണ്ട്, കോടതി തന്നെ താൻ കുറ്റവിമുക്തനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു സ്വത്ത് തർക്ക കേസാണ് എന്നുള്ള വസ്തുത അദ്ദേഹത്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, സാജിദ് വിവരങ്ങൾ നൽകിയത്. C. കൃഷ്ണകുമാർ എന്താണോ പറയാനെന്ന കാര്യം അത് അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രധാന സംഗതി. അതേസമയം കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതിക്ക് പിന്നാലെ BJPയിൽ വലിയ ഒരു തർക്കം രൂപപ്പെട്ടിരിക്കുകയാണ്. ആ പരാതിക്ക് പിന്നിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിഭാഗം തന്നെ പ്രത്യേകമായി പ്രവർത്തിച്ചുവെന്നാണ് V. മുരളീധരൻ പക്ഷത്തിന്റെ ആക്ഷേപം. രാജീവ് ചന്ദ്രശേഖരൻ്റേത് VD സതീശനുമായുള്ള ഒത്തുകളിയാണ് എന്നാണ് എതിർപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നം. നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷവും ആ പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കോർ കമ്മിറ്റിയിൽ പോലും എതിർപക്ഷത്തെ ആളുകളെ പങ്കെടുപ്പിക്കാത്ത വിധം അതിലെ വിഭാഗീയത പ്രകടമായി നിൽക്കുന്ന ഒരു കാലത്താണ് വീണ്ടും ഒരു പുതിയ വിവാദം രൂപപ്പെട്ടു വരുന്നത്.